ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ആണ്. അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പല ടോപ്പിക്കിന് വേണ്ടിയിട്ടും സ്പ്രെഡ് എടുക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ എനർജി അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സണേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഒരു എനർജി തന്നെ വന്നിട്ടുള്ള സ്പ്രെഡുകളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നിങ്ങളുടെ എനർജി നമുക്ക് അത്രത്തോളം വന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് കാണുന്നത് പോലെ അത്ര ഒതൻറ്റിക്കായിട്ട് നിങ്ങളുടെ ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്പ്രെഡിനകത്ത് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതായത് ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരെന്താണോ അവരുടെ റിയൽ ഫേസ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കും. അല്ലെങ്കിൽ അത്രയധികം സമൂഹം എന്ത് പറയുന്നു എന്ന് ചിന്തിക്കാത്ത വ്യക്തികളായിരിക്കാം. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹത്തിൽ നിലയും വിലയൊക്കെ വേണം, അല്ലെങ്കിൽ തൻ്റെ ഇമേജിനൊരു കോട്ടവും തട്ടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല, അവർ മറ്റൊരു റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സണാണിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ബന്ധം എങ്ങനെയുള്ളതാണെങ്കിലും, ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ചിരുന്നവരോ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നവരോ, അല്ലെങ്കിൽ ഒരാൾ സിംഗിളായിട്ടുള്ളതോ, എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനകത്തില്ലാതെ മറ്റൊരു റിലേഷൻഷിപ്പിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ആലോചിച്ച് കൂട്ടുന്നുണ്ട് ഈ ഒരു വ്യക്തി. ചിലപ്പോൾ നേരത്തെ ഈ ഒരു പേഴ്സൺ അപ്പോഴും ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നിരിക്കാം. അതായത് ഇവരുടെ മനസ്സിനകത്ത് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുമായിട്ട് ഏറ്റവും അടുത്ത ഒരു വ്യക്തി, ചിലപ്പോൾ നിങ്ങൾക്ക് പോലും എന്താണ് ഇവരുടെ മൈൻഡിലുള്ള പ്ലാൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാണ്ട് വന്നേക്കാം. കാരണം ഉള്ളിലുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എത്ര അടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും പുറത്ത് പറയാതെ സൂക്ഷിക്കാൻ കഴിവുള്ളൊരു പേഴ്സണാണ്. ഇപ്പോൾ ചിലരുണ്ട് എല്ലാവരോടും ഒന്നും ഓപ്പണായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഏറ്റവും അടുപ്പം തോന്നുന്ന, അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള വ്യക്തികളോടൊക്കെ ചിലപ്പോൾ ഓപ്പണായിട്ട് പല കാര്യങ്ങളും വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞേക്കാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എത്ര അടുപ്പമുണ്ട്, അല്ലെങ്കിൽ എത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയോ ഫ്രണ്ടോ പ്രണയിക്കുന്ന ആളോ ആരോ ആയിക്കോട്ടെ, പക്ഷെ പല കാര്യങ്ങളും രഹസ്യമാക്കി വെക്കാനുള്ള ഒരു കഴിവുണ്ട്. അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ നിന്ന് രഹസ്യങ്ങളൊന്നും ആരും മനസ്സിലാക്കി എടുക്കരുത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു പേഴ്സണാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല, ഇവരിപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു എക്സ് ആയിരിക്കാം. അതായത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് അപ്പോഴേ ഉള്ള ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ അന്ന് ഒരു എക്സ് ആയിട്ട് ഉണ്ടായിരുന്ന പേഴ്സൺ വീണ്ടും ലൈഫിലേക്ക് റിട്ടേൺ വന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുതുതായിട്ട് വന്നൊരു തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിൽ അവർ തൃപ്തരല്ല. അത് മാത്രമല്ല, മാനസികമായിട്ട് അത്ര നല്ലൊരു രീതിയിലല്ല ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഇമേജ് കോൺഷ്യസ് ആണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ അവർ നേരത്തെ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുൻപിൽ അവർ എങ്ങനെയാണോ പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഏതൊരു നിലയിലും ആ ഒരു സ്റ്റേറ്റസിലും ആണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അവർക്ക് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് പഴയതുപോലെ ഉള്ള ഒരു അംഗീകാരമോ കാര്യങ്ങളോ ഒക്കെ ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥ. അതൊരു പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ട് വന്ന സംഭവങ്ങളായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് കാരണം ഉണ്ടായിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എപ്പോഴും വേണ്ടത് മറ്റുള്ളവരുടെ 10 പേരുടെ മുൻപിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു ഹൈ പൊസിഷനിൽ നിൽക്കണം, അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ പ്രശംസിക്കണം, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാതെ മറ്റൊരു
ബന്ധത്തിൽ ഇവർ തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള ഇവരുടെ ഒരു കാൽക്കുലേഷനും പ്ലാനിങ്ങും കാരണമാണ്. അതായത് അവർക്ക് കൂടുതൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു സ്ഥലം അതാണ്, അല്ലാന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു എക്സ്ട്രാ മെരീറ്റിലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡീഫെയിമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ തന്ത്രപൂർവ്വം ഇതിൽ നിന്നൊഴിഞ്ഞ് അതിലേക്ക് പോയിട്ടുള്ളൊരു പേഴ്സണാണ്. അതായത് അവർക്ക് എപ്പോഴും വേണ്ടത് അവരുടെ കാര്യങ്ങൾ സേഫാക്കി വെക്കുക, അവരുടെ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള വ്യക്തികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ തെറ്റുകളോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാക്സിമം ഹൈഡ് ചെയ്ത് വെച്ച് സമൂഹത്തിൻ്റെ മുൻപിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രത്യക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആലോചിച്ച് പ്ലാൻ ചെയ്തെടുത്ത ഒരു ഡിസിഷനാണ് ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് മേ ബി ചിലപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് അവർ ഒരു പരിഗണനയും തന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഫുൾ കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ, ഫോക്കസ് ആയിക്കോട്ടെ ആ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ആ ഒരു ബന്ധത്തിൽ തന്നെയാണ് അവരിപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ചോയ്സ് ആയിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ്. അതാണ് കുറച്ചുകൂടി സേഫ് എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയിട്ടുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അവർ ചെന്നിട്ടുള്ള ആ ഒരു മറ്റൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള വ്യക്തി തീർത്തും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു കരിയർ വൈസ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, എല്ലാം ഉള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഡിസിഷനോ കാര്യങ്ങളോ ഒക്കെ എടുക്കുമ്പോൾ ആരുടെയും അനുവാദം വേണ്ട, വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ആരെയും ആശ്രയിക്കേണ്ട, സ്വന്തം കയ്യിൽ പൈസയുണ്ട്, അല്ല ഇപ്പോൾ സ്വന്തമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാരാളമുള്ള വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മറ്റൊരാളുടെ ആശ്രയം അവർക്ക് അത്രയധികം ആവശ്യമില്ല. അപ്പോൾ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ ഫ്രീഡം ഉള്ളൊരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് കയറുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറയുകയോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവരത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. കാരണം അവർക്ക് ആരുടെയും മുഖം നോക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് ആ ഒരു പേഴ്സൺ അവിടെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ഒരു ഫെയിൻ സ്മൈലോടുകൂടി പുറം ലോകത്തോട് ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടായിക്കോട്ടെ ആ ഒരു രീതിയിലാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ മാനസികമായിട്ട് അവർക്കൊട്ടും താല്പര്യമില്ലാത്ത ഒരു അന്തരീക്ഷം തന്നെയാണ്. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, ഒരു കമ്പാരിസൺ കാണാം. അപ്പോൾ അവർ കമ്പയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയും നിങ്ങളെയും കൂടിയാണ് അവർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യലിയൊക്കെ വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ വാക്കിനോ കാര്യങ്ങൾക്കോ ഒന്നും അവിടെ യാതൊരു വിലയുണ്ടാവില്ല. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫുൾ പ്രയോറിറ്റിയും ഈ ഒരു പേഴ്സൺ ആയിരിക്കാം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരെ ആയിരിക്കാം നിങ്ങൾ അത്രയധികം ആ ഒരു റിലേഷൻഷിപ്പിലൊരു ഡൊമിനൻറ്റ് പൊസിഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ഉള്ള ആ ഒരു ബന്ധത്തിൽ അവർക്ക് ഈ പറഞ്ഞ പരിഗണനയോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അവിടെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അവിടെ ആ ഒരു തേർഡ് പാർട്ടി തന്നെയാണ് മെയിൻലി സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവിടെ അത്രയും വലിയ വോയിസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിന് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് അസഹിഷ്ണുതയുണ്ട്. അപ്പോൾ അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിങ്ങളാണ് ഒരു ഫുൾ കംപ്ലീഷൻ, അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ആവാനേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ആ ഒരു പ്ലേസ് അലങ്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ തോന്നുന്നത്, ഇപ്പോൾ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അവർ നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു കംപ്ലീഷനായിട്ട് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഒരു ഗ്രീനറി സൈഡ് നിങ്ങളുടെ ഭാഗത്തുള്ളതായിട്ടാണ് ആ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും രണ്ട് സാഹചര്യങ്ങളും കമ്പയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണ്, ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ്. അപ്പോൾ അവർ ഒരുപാട് എക്സ്പെക്റ്റേഷനായിട്ടായിരിക്കാം വേണമെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ചെന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളെ കംപ്ലീറ്റ് ഒഴിവാക്കി ആ ഒരു ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം നിങ്ങളെ കംപ്ലീറ്റ് ഒഴിവാക്കി ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ടൊക്കെ നിങ്ങൾക്കിത് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം തന്നെയാണ് ഇവരിപ്പോൾ കഴിയുന്നത്. നിങ്ങളെ വേണ്ടാന്ന് വെച്ചാൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യം തന്നെ ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്കിവിടെ ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ എനർജി അത്രയും സഫീഷ്യൻ്റായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് പോയോ, അല്ലെങ്കിൽ സ്റ്റിൽ വെയിറ്റിംഗ് ആണോ, ഇവരുമായിട്ടുള്ളൊരു റീകൺസിലേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, ഈ ഒരു തേർഡ് പാർട്ടി ഒഴിവാക്കി നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതായിട്ട് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു ബന്ധത്തിൽ ഇരിക്കെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ ആ ഒരു ചീറ്റിംഗ് ആയിട്ടും ഒരുപാട് പേര് കണ്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരണ്ടാന്ന് വിചാരിക്കുന്നവരാണോ, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ആ ഒരു പേഴ്സൺ കുറച്ച് അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണോ എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമല്ല.
അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കൂടി ഒന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആലോചിച്ച് ഒരു തീരുമാനമെടുത്ത് ആ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അവരവിടെ എന്താണ് ഗ്രീനറി ആയിട്ട് കണ്ടതെന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് അബണ്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലിയൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് അത് ചൂസ് ചെയ്തതാണോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സൊസൈറ്റിയിലൊക്കെ മുൻപിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ തുടരുന്നതാണ് അവർക്ക് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ അവരുടെ ഒരു ഫെയിമും കാര്യങ്ങളെല്ലാം കെടുത്തി കളയുന്നുള്ളത് കൊണ്ടാണോ, എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്നുള്ളത് അറിയില്ല. അപ്പോൾ റീസൺ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ തന്നെ തിരഞ്ഞെടുത്ത ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു പുഞ്ചിരിയും ഒട്ടിച്ചു വെച്ച് നടക്കേണ്ട ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ തരുന്നു, കമ്പയർ ചെയ്യുന്നു. അപ്പോഴത്തെ നമ്മളുടെ ഒരു യുക്തിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ, മറ്റത് തന്നെയായിരുന്നു കൂടുതൽ ബെറ്റർ എന്നുള്ളത്. ചിലപ്പോൾ ഈ ഒരു ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടാണ് നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നമുക്കതെല്ലാം കിട്ടി തുടങ്ങുമ്പോഴായിരിക്കും വേറെ പല കാര്യങ്ങളും അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോകുന്നതും, അല്ലെങ്കിൽ ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഒരു മനുഷ്യന് ജീവിക്കാൻ സമാധാനവും സന്തോഷവും ഒക്കെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. ഒരുപാട് കമ്പയർ ചെയ്തു അല്ലെങ്കിൽ പ്ലാൻ ചെയ്തു, എല്ലാം കാൽക്കുലേറ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോയി. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം. നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പരിഗണനയും തന്നിട്ടില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലുള്ളപ്പോൾ നമ്മൾ അവഗണിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ വാക്കിന് വില തരാതിരിക്കുക, നമ്മളെ പാടെ ഒഴിവാക്കുക, മാറ്റി നിർത്തുക, ഇതൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അപ്പോൾ ആളെ വെച്ച് നമ്മളിവിടെ നോക്കുമ്പോൾ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം പ്ലേസ് ആദ്യം സെക്യൂർ ചെയ്യാൻ തന്നെയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ പിന്നെ അടുത്ത ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് വന്നിട്ടും ലാസ്റ്റ് അവർക്ക് റിസൾട്ട് വന്നപ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറൻലിയും അവർ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിലും അവിടെ നിന്നും അവർ ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുതുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവർ കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ എല്ലാം. നിങ്ങളെപ്പോലെ അവരെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു വ്യക്തി വേറെ ഇല്ല. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളുടെയും കുറവുകൾ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടിയെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പുറകിലായിരിക്കാം, അവരായിരിക്കാം ചിലപ്പോൾ കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളാണ് ബെറ്റർ. എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സ്യൂട്ടബിളായിട്ട് അവർ പറയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അവരെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളെയാണ് അവർക്ക് തിരിച്ചു വേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പേരോ കാര്യങ്ങളോ അവരുടെ ഒരു സൊസൈറ്റിയിലെ ഇമേജോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വീണ്ടും തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ വീണ്ടും ആ ഒരു പഴയ പദവിയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആ ഒരു ഡെഡായി കിടക്കുന്ന റിലേഷൻഷിപ്പ് വീണ്ടും പുതുക്കി കൊണ്ടുവരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ആ ഒരു ഡെത്തിൽ നിന്ന് റീബർത്തിലേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡെഡ് എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കാം. നിങ്ങളുമായിട്ട് അവർക്ക് യാതൊരു കോൺടാക്റ്റും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീബർത്ത് കൊടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരിട്ട് വന്ന് കാണാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു കോൺടാക്റ്റ് തരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളതാണ് അവരുടെ പ്രധാന ആഗ്രഹം. പക്ഷേ അങ്ങനെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ചില കണ്ടീഷൻസ് വെക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വരണം, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് തിരികെ കിട്ടണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു ആഗ്രഹം. പക്ഷേ ഇവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് തീർത്തും സൈലൻ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ മറ്റാരും അറിയാതെയാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ അറിയിച്ചിട്ടോ ഒന്നും വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ട് നമ്മൾ കാണുന്നില്ല. നിങ്ങളിലേക്ക് വരണം, നിങ്ങൾ കൂടെ വേണം, ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ വേണം. നിങ്ങളില്ലാത്തതിൻ്റെ ഒരു വിടവ് അവർക്ക് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടർന്ന് പോകാൻ തന്നെയാണ് അവരുടെ ഒരു പ്ലാനിങ്. അതുപോലെ തന്നെ നമുക്ക് കാണാം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു കോംപ്രമൈസിനാണ് അവർ ശ്രമിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളോട് സംസാരിച്ച് അതൊരു കോംപ്രമൈസിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ അവിടെ ഉണ്ടാവും. അതായത് നിങ്ങളും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരാം, ആ ഒരു പേഴ്സണും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരാം.
അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അവർ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചെന്ന് വരില്ല. ഒരു പക്ഷേ ആ ഒരു തേർഡ് പാർട്ടീനെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോകാനാണ് അവർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചൊന്നും വരില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും തമ്മിൽ പൊരുത്തപ്പെട്ട് പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ എനർജിയോ സിറ്റുവേഷൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റോ കാര്യങ്ങളോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. മിക്കവർക്കും കിട്ടാൻ സാധ്യതയില്ലാത്തതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, പല കാര്യങ്ങൾക്കും ഈ ഒരു പേഴ്സൺ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ മുഖം തന്നിട്ടില്ല. ആലോചിക്കുന്നു അല്ലെങ്കിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാതെ വരാനൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് പലരും സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ ഈ ഒരു കോംപ്രമൈസ് ചെയ്ത് കണ്ടീഷൻസ് വെച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്തൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊരു സന്തോഷം സമാധാനം എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവണമെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ കൂടെ കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ മാക്സിമം ട്രൈ ചെയ്യും. വീണ്ടും നിങ്ങളെ കൂടെ നിർത്താനായിട്ട് അവർ അത്രയും ട്രൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇവിടെ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുകയാണ്. അവർക്ക് ഇപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു മാനസിക സംഘർഷത്തിലൂടെയൊക്കെയാണ് അവർ പോകുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നിങ്ങൾ വരണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിലൊരു ബാലൻസിങ് എന്നുള്ള രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ വന്നിരിക്കുന്ന പേഴ്സൻ്റെ ഒരു എനർജി ഇത്തരത്തിലാണുള്ളത്. അവരിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലാവേണ്ടതാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണോ അല്ലയോ എന്നുള്ളത്. കാരണം ഒരുപാട് പേർക്കൊന്നും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാം ഈ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കില്ല കടന്നു പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ സ്വീകരിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രം മതി, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കട്ട് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു മെസ്സേജ് മാത്രം മതി എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപാട് കോംപ്രമൈസിനൊന്നും ഞാനില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്നവരുണ്ടാവാം. കംപ്ലീറ്റ്ലി എനിക്ക് സറണ്ടർ ചെയ്ത് എന്നോട് ക്ഷമ പറഞ്ഞ് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രലാണ്. നമുക്കൊരു പോസിറ്റീവും നെഗറ്റീവും പറയാൻ പറ്റാത്തൊരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോൾ കറൻലി നമുക്ക് കാണുന്നത്. അപ്പോൾ മേ ബി ഇങ്ങനെയുള്ള ഒരു എനർജി ആയതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ടും അവർ ശ്രമിച്ചെന്നിരിക്കാം. കാരണം തീർത്തും പറ്റാതെ ആവുന്നു, അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ്ലി പിടിവിടുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തന്നെ കൂടെ വേണം. മസ്റ്റായിട്ട് നിങ്ങളെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വെക്കുന്ന കണ്ടീഷൻസ് അംഗീകരിക്കാൻ അവർ തയ്യാറാവുന്ന ഒരു എനർജിയിലേക്ക് നാളെ ഷിഫ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂട്രലാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. എന്തായാലും അവർക്ക് നിങ്ങളോട് ഒരുപാട് ഒരു പാഷൻ, സ്നേഹം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് മെമ്മറീസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ തരത്തിലാണ് അവർ ചിന്തിക്കുന്നത്. ചിലപ്പോൾ അവരവരുടെ ഒരു സേഫ് സോൺ നോക്കി പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ചില കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് സൈലൻ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും സിറ്റുവേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റീകൺസിലേഷനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നലെയുള്ള നമ്മളുടെ വീഡിയോസിലും കഴിഞ്ഞ ദിവസത്തിലിട്ട വീഡിയോസിലൊക്കെ ഒരുപാട് പേര് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്നു, റീകൺസിലായി എന്ന് പറഞ്ഞിരുന്നു. ചിലർ വാട്സപ്പിനകത്ത് വന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ഒരു റീകൺസിലേഷൻ കിട്ടി എല്ലാവരും അതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.